ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1992 പുറത്തിറങ്ങിയ ജഗദീഷ് അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. ജഗദീഷ് എന്ന താരത്തെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ ഏറ്റവും കൂടുതൽ ടേണിംഗ് പോയിന്റായി മാറിയ ഒരു വർഷമായിരുന്നു 1992. ജഗദീഷ് ഒരു കോമഡി താരം എന്ന ലേബലിൽ നിന്ന് നായക വേഷത്തിലേക്ക് ചുവടുമാറിയ ഒരു വർഷമായിരുന്നു 1992. 92 ജഗദീഷ് 17 ചിത്രങ്ങളിലാണ് അഭിനയിച്ചത്. ഇതിൽ പകുതിയിലധികം ചിത്രങ്ങളിലും നായക വേഷങ്ങളിലായിരുന്നു താരം തിളങ്ങിയത്. ഇനി ഏതൊക്കെയാണ് 92 ജഗദീഷ് അഭിനയിച്ച ചിത്രങ്ങളെന്ന് നോക്കാം. 92 ജഗദീഷ് അഭിനയിച്ച ആദ്യത്തെ ചിത്രമായിരുന്നു ജഗദീഷ് സിദ്ദിഖ് കോമ്പിനേഷനിൽ ഇറങ്ങിയ ജനുവരി 30 തിയേറ്ററുകളിലെത്തിയ കുണുക്കിട്ട കോഴി. സിമ്പിൾ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് വിജി തമ്പി സംവിധാനം ചെയ്ത ഈ ചിത്രം കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത ഒരു കുടുംബ ചിത്രമായിരുന്നു. ജഗദീഷും സിദ്ദിഖും ഒരേപോലെ തിളങ്ങിയ ഈ ചിത്രത്തിൽ രൂപിണിയും പാർവതിയുമായിരുന്നു നായികമാരായി എത്തിയത്. ജഗതി ശ്രീകുമാർ, ഫിലോമിന, KPIC സണ്ണി തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷത്തിലെത്തിയ ഈ ചിത്രം ഫാമിലി കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകി. റിലീസ് ചെയ്ത പ്രമുഖ കേന്ദ്രങ്ങളിൽ 50 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച കുണുക്കിട്ട കോഴി സാമ്പത്തികമായി ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു. കലൂർ ഡെന്നിസ് തിരക്കഥാ സംഭാഷണമൊരുക്കിയ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം ജോൺസൺ ആണ് നിർവഹിച്ചത്. 92 ജഗദീഷ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു മുകേഷ് നായകനായി എത്തിയ മാന്യന്മാർ. ജനുവരി 31 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രത്തിന്റെ സംവിധാനം TS സുരേഷ് ബാബു ആയിരുന്നു നിർവഹിച്ചിരുന്നത്. ശ്രീനിവാസൻ, ജഗതി ശ്രീകുമാർ, മാമുക്കോയ, പ്രതാപചന്ദ്രൻ, വിജയരാഘവൻ, രമ്യാകൃഷ്ണൻ തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം മാരുതി പിക്ചേഴ്സ് ആയിരുന്നു നിർമ്മിച്ചത്. ജഗദീഷ് ഈ ചിത്രത്തിൽ തരക്കേടില്ലാത്തൊരു റോളിലായിരുന്നു എത്തിയിരുന്നത്. കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ഈ ആക്ഷൻ എന്റർടൈനർ ചിത്രം തരക്കേടില്ലാത്ത കളക്ഷൻ നേടുക വഴി ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം നേടി. മുകേഷും ശ്രീനിവാസനും ജഗതിയും മാമുക്കോയയും കള്ളന്മാരായി വേഷമിട്ട ഈ ചിത്രം നിരവധി കോമഡി രംഗങ്ങൾ കൊണ്ടും സമ്പന്നമായിരുന്നു. ഡെന്നിസ് ജോസഫ് തിരക്കഥയൊരുക്കിയ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം SP വെങ്കടേഷ് ആയിരുന്നു നിർവഹിച്ചിരുന്നത്. 92 ജഗദീഷ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു ജഗദീഷ് സിദ്ദിഖ് കോമ്പിനേഷനിൽ ഇറങ്ങിയ ഫെബ്രുവരി 14 തിയേറ്ററുകളിലെത്തിയ മാന്ത്രിക ചെപ്പ്. മാധവ് മൂവീസിന്റെ ബാനറിൽ അനിൽ ബാബു സംവിധാനം ചെയ്ത ഈ ചിത്രം കോമഡി ആക്ഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു. ആദ്യ പകുതി കോമഡിക്ക് പ്രാധാന്യം നൽകിയും രണ്ടാം പകുതി ആക്ഷനും ത്രില്ലിംഗ് മൊമെന്റ്സിനും പ്രാധാന്യം നൽകിയെടുത്തത് കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് തികച്ചും സർപ്രൈസ് ആയ ഒരു അനുഭവമായിരുന്നു മാന്ത്രിക ചെപ്പ് എന്ന ചിത്രം സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം കൈവരിച്ച ചിത്രമായിരുന്നു മാന്ത്രിക ചെപ്പ്. കലൂർ ഡെന്നിസ് തിരക്കഥാ സംഭാഷണമൊരുക്കിയ ഈ ചിത്രത്തിൽ സുനിതയും സുചിത്രയുമായിരുന്നു നായികമാരായി വേഷമിട്ടത്. സായി കുമാർ, ചിത്ര, ദേവൻ, സൈനുദ്ദീൻ തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത മാന്ത്രിക ചെപ്പിന്റെ സംഗീത സംവിധാനം ജോൺസൺ ആയിരുന്നു നിർവഹിച്ചത്. 92 ജഗദീഷ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു ഏപ്രിൽ 30 തിയേറ്ററുകളിലെത്തിയ കാസർഗോഡ് കാദർബായ്. 91 ഹിറ്റ് ചിത്രമായ മിമിക്സ് പരേഡിന്റെ പാർട്ട് 2 ആയി ഇറങ്ങിയ ഈ ചിത്രം തുളസീദാസ് ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ജഗദീഷ് സിദ്ദിഖ് കോമ്പിനേഷനിൽ ഇറങ്ങിയ ഈ ചിത്രം ഒരു മുഴുനീള ഹാസ്യ ചിത്രമായിരുന്നു. മിമിക്രിക്കും കുറച്ചൊക്കെ ആക്ഷനും പ്രാധാന്യം നൽകിയെടുത്ത ഈ ചിത്രത്തിൽ സുനിതയും സുചിത്രയുമായിരുന്നു നായികമാരായി എത്തിയത്. ഇന്നസെന്റ്, ബൈജു, സായി കുമാർ, അശോകൻ, മാള അരവിന്ദൻ, ബാബു ആന്റണി, ആലുൻ മൂടൻ തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രം സാമ്പത്തികമായി വിജയം കൊയ്ത് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു. സിമ്പിൾ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മുംതാസ് ബഷീർ നിർമ്മിച്ച് കലൂർ ഡെന്നിസ് തിരക്കഥാ സംഭാഷണമൊരുക്കിയ കാസർഗോഡ് കാദർബായുടെ സംഗീത സംവിധാനം ജോൺസൺ ആയിരുന്നു നിർവഹിച്ചത്. 92 ജഗദീഷ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു മെയ് 14 തിയേറ്ററുകളിലെത്തിയ മുഖമുദ്ര. രജപുത്ര ഫിലിംസിന്റെ ബാനറിൽ അലി അക്ബർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ തിലകനായിരുന്നു പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്തത്. തിലകൻ ഇരട്ട വേഷത്തിലെത്തിയ ഈ ചിത്രത്തിൽ ജഗദീഷും സിദ്ദിഖും വളരെ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെയായിരുന്നു അവതരിപ്പിച്ചത്. കോമഡിയെ അപേക്ഷിച്ച് ഫാമിലി സെന്റിമെന്റ്സിനും ആക്ഷനും പ്രാധാന്യം നൽകിയെടുത്ത ഈ ചിത്രം അതുകൊണ്ട് തന്നെ വ്യത്യസ്തത ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകി. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ മുഖമുദ്ര ജഗദീഷിനും തുടർ വിജയം നൽകി. ജഗതി ശ്രീകുമാർ, KPIC ലളിത, കവിയൂർ പൊന്നമ്മ, ശ്രീരാമൻ, സുനിത തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രം പ്രമുഖ കേന്ദ്രങ്ങളിൽ 50 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച് വിജയം കൈവരിച്ച ചിത്രമായിരുന്നു. പള്ളാശ്ശേരി തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം മോഹൻ സിത്താരയായിരുന്നു നിർവഹിച്ചത്. 92 ജഗദീഷ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു മെയ് 21 തിയേറ്ററുകളിലെത്തിയ ഫസ്റ്റ് ബെൽ.
വിഷ്വൽ മീഡിയ ക്രിയേഷൻസ് നിർമ്മിച്ച് PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ജഗദീഷിന്റെ കൂടെ നായകനായി എത്തിയത് ജയറാമായിരുന്നു. മികച്ചൊരു ചിത്രമല്ലായിരുന്നിട്ട് കൂടി ജഗദീഷിന്റെയും ജയറാമിന്റെയും അക്കാലത്തെ മാർക്കറ്റ് വാല്യൂ കൊണ്ട് മാത്രം ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു ഫസ്റ്റ് ബെൽ. രാജൻ പി ദേവ്, റിസബാവ, അനുഷ, ഗീതാ വിജയൻ, തൊടുപുഴ വാസന്തി, മാള അരവിന്ദൻ തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിന് ബെന്നി പി നായരമ്പലത്തിന്റെ കഥയ്ക്ക് കലു ഡെന്നിസ് ആയിരുന്നു തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത്. ഒരു മുഴുനീള കോമഡി ചിത്രമായ ഫസ്റ്റ് ബെല്ലിന്റെ സംഗീത സംവിധാനം മോഹൻ സിത്താരയാണ് നിർവഹിച്ചത്. 92 ജഗദീഷ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു മെയ് 28 തിയേറ്ററുകളിലെത്തിയ വെൽക്കം ടു കൊടൈക്കനാൽ. ജെമി മൂവീസിന്റെ ബാനറിൽ ഹമീദ് നിർമ്മിച്ച് അനിൽ ബാബു സംവിധാനം ചെയ്ത ഈ ചിത്രം ജഗദീഷിന്റെ പതിവ് കോമഡി ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സീരിയസ് ആയൊരു വേഷമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. ജഗദീഷ് നായകനായി എത്തിയ ഈ ചിത്രത്തിൽ സിദ്ദിഖും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരുന്നു. കൊടൈക്കനാലിന്റെ പശ്ചാത്തലത്തിൽ ഹാസ്യത്തിന് തീരെ പ്രാധാന്യം നൽകാതെ സീരിയസ് ആയ പ്രമേയം കൈകാര്യം ചെയ്ത ഈ ചിത്രം സാമ്പത്തികമായി വിജയം കൈവരിച്ച് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു. അനുഷ നായികാവേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ഗീത, ശ്വേത മേനോൻ, സായി കുമാർ, സൈനുദ്ദീൻ തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പ്രമുഖ കേന്ദ്രങ്ങളിൽ 100 ദിവസം പിന്നിട്ട് സാമ്പത്തിക വിജയം കൈവരിച്ച ഈ ചിത്രം ജഗദീഷിനും കാരിയറിൽ ഏറെ മൈലേജ് നൽകി. കലു ഡെന്നിസ് തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിൽ രാജാമണി സംഗീത സംവിധാനം നിർവഹിച്ച മനോഹരമായ ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് നിർണായകമായ പങ്കുവഹിച്ചു. 92 ജഗദീഷ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു മുകേഷ് നായകനായി എത്തിയ ജൂലൈ 10 തിയേറ്ററുകളിലെത്തിയ മക്കൾ മഹാത്മ്യം. പോൾസൺ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ കഥ സിദ്ദിഖ് ലാൽ ആയിരുന്നു നിർവഹിച്ചത്. മക്കൾ മഹാത്മ്യം കോമഡി ഫാമിലി എന്റർടൈനർ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകി. ജഗദീഷ് ഈ ചിത്രത്തിൽ തരക്കേടില്ലാത്തൊരു റോളിലായിരുന്നു എത്തിയിരുന്നത്. ഇന്നസെന്റ്, മാമുക്കോയ, സായി കുമാർ, KPC ലളിത, സീനത്ത് തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം അതുകൊണ്ട് തന്നെ ഹാസ്യ കുടുംബ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്കിടയിൽ സ്വീകാര്യത നേടി ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായി മാറി. സിദ്ദിഖ് ലാലിന്റെ കഥയ്ക്ക് റോബിൻ സത്യനാഥ് തിരക്കഥയൊരുക്കിയ ഈ ചിത്രം ഷംലി ഇന്റർനാഷണൽ ആയിരുന്നു നിർമ്മിച്ചത്. സാജ് പോൾ സംഗീത സംവിധാനം നിർവഹിച്ച ഈ ചിത്രത്തിൽ വൈഷ്ണവിയായിരുന്നു നായിക. 92 ജഗദീഷ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു ഓണത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 6 തിയേറ്ററുകളിലെത്തിയ പണ്ട് പണ്ടൊരു രാജകുമാരി. സുനിത പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ M മണി നിർമ്മിച്ച് വിജി തമ്പി സംവിധാനം ചെയ്ത ഈ ചിത്രം കുടുംബ ബന്ധങ്ങളുടെ കഥ പറഞ്ഞ ഒരു സീരിയസ് ചിത്രമായിരുന്നു. 5 നായികാവേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ സിദ്ദിഖ്, നെടുമുടി വേണു, ശിവരഞ്ജിനി, ശാന്തി കൃഷ്ണ, നരേന്ദ്രപ്രസാദ്, മനോജ് കെ ജയൻ, സൈനുദ്ദീൻ, പ്രേംകുമാർ തുടങ്ങി നിരവധി താരങ്ങളുണ്ടായിരുന്നു. നെടുമുടി വേണുവിന്റെ കഥയ്ക്ക് ജോൺ പോൾ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ പണ്ട് പണ്ടൊരു രാജകുമാരി ഒരു കോമഡി ചിത്രമെന്ന ലേബലിൽ പുറത്തിറങ്ങി സീരിയസ് ആയ പ്രമേയം കൈകാര്യം ചെയ്തതുകൊണ്ട് തന്നെ സാമ്പത്തികമായി വിജയം കൈവരിച്ചില്ല. ശ്യാം ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 92 ജഗദീഷ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു ഒക്ടോബർ 1 തിയേറ്ററുകളിലെത്തിയ പ്രിയപ്പെട്ട കുക്കു. ഒരു കൊച്ചുകുട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി സുനിൽ സംവിധാനം ചെയ്ത ഈ കോമഡി ഫാമിലി ഡ്രാമ ചിത്രത്തിൽ ജഗദീഷ് ആയിരുന്നു നായകവേഷം കൈകാര്യം ചെയ്തത്. കിലുകിലുക്കാം ചെപ്പേ കിങ്ങിണി എന്ന ഗാനം കൊണ്ട് ശ്രദ്ധേയമായ പ്രിയപ്പെട്ട കുക്കു കുട്ടികൾക്കും ഏറെ ഇഷ്ടപ്പെട്ട ഒരു ചിത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയ പ്രിയപ്പെട്ട കുക്കു ആവറേജ് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രം കൂടിയാണ്. സിദ്ദിഖും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരുന്നു. ചാർമിള, ഗീത, രാജൻ പി ദേവ്, റിസബാവ, മഹേഷ് തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും കലു ഡെന്നിസ് ആയിരുന്നു നിർവഹിച്ചിരുന്നത്. സൂര്യ ക്രിയേറ്റേഴ്സിന്റെ ബാനറിൽ V വർഗീസ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ SP വെങ്കടേഷിന്റെ സംഗീത സംവിധാനത്തിലൊരുങ്ങിയ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ കൊണ്ട് ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. 92 ജഗദീഷ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു ഒക്ടോബർ 2 തിയേറ്ററുകളിലെത്തിയ ഗൃഹപ്രവേശം. കോമഡിയേക്കാൾ ഉപരി ഫാമിലി സെന്റിമെന്റ്സിന് പ്രാധാന്യം നൽകിയെടുത്ത ഈ ചിത്രം മോഹൻദാസ് ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ജഗദീഷ് നായകാവേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ സിദ്ദിഖും തരക്കേടില്ലാത്തൊരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. രേഖ നായികയായി എത്തിയ ഈ ചിത്രത്തിൽ തിലകൻ, ജഗതി ശ്രീകുമാർ, സായി കുമാർ, ദേവൻ, സുകുമാരി തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ശ്രീ ഭുവനേശ്വരി മൂവി ആർട്സ് നിർമ്മിച്ച ഈ ചിത്രം തരക്കേടില്ലാത്ത കുടുംബചിത്രം എന്ന പേര് നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ അത് പ്രതിഫലിച്ചില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ചിത്രമായിരുന്നു ഗൃഹപ്രവേശം. മണി ഷൊർണൂർ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം S ബാലകൃഷ്ണനായിരുന്നു നിർവഹിച്ചിരുന്നത്.
തൊണ്ണൂറ്റിരണ്ടിൽ ജഗദീഷ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു ഒക്ടോബർ 16 തിയേറ്ററുകളിലെത്തിയ കള്ളൻ കപ്പലിൽ തന്നെ. സംവിധായകൻ തേവലക്കര ചെല്ലപ്പൻ പ്രശാന്ത് എന്ന പേരിൽ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു മുഴുനീള കോമഡി ചിത്രമായിരുന്നു. ജഗദീഷ് ഡബിൾ റോളിൽ നായകവേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ സിദ്ദിഖും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരുന്നു. മാധു, സുചിത്ര എന്നിവർ നായികമാരായി എത്തിയ ഈ ചിത്രത്തിൽ മണിയമ്പിള്ള രാജു, അശോകൻ, പൂജപ്പുര രവി, സുകുമാരി, മാള തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകിയ ഈ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായി മാറി. നൈസ് മൂവീസ് നിർമ്മിച്ച് കലൂർ ഡെന്നിസ് തിരക്കഥാ സംഭാഷണം ഒരുക്കിയ കള്ളൻ കപ്പലിൽ തന്നെ എന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം മോഹൻ സിത്താരയായിരുന്നു നിർവഹിച്ചത്. തൊണ്ണൂറ്റിരണ്ടിൽ ജഗദീഷ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു ഒക്ടോബർ 23 തിയേറ്ററുകളിലെത്തിയ ഒരു കൊച്ചു ഭൂമി കുലുക്കം. ശ്രീനിവാസൻ നായകനായി എത്തിയ ഈ ചിത്രത്തിൽ സിദ്ദിഖും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. ജഗദീഷ് ഈ ചിത്രത്തിൽ തരക്കേടില്ലാത്തൊരു റോളിലായിരുന്നു എത്തിയിരുന്നത്. കോമഡിയുടെ മേമ്പൊടിയിൽ പൊതിഞ്ഞ ഈ കുടുംബ ചിത്രം ചന്ദ്രശേഖരനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ശോഭനയും മോനിഷയും നായികമാരായി എത്തിയ ചിത്രം തരക്കേടില്ലാത്ത ചിത്രമെന്ന അഭിപ്രായം നേടുക വഴി ബോക്സ് ഓഫീസിൽ സാമാന്യം തരക്കേടില്ലാത്ത വിജയം നേടി. സായി കുമാർ, കരമന, ഫിലോമിന, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, മാമുക്കോയ തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രം രാഗ മൂവീസ് ആയിരുന്നു നിർമ്മിച്ചത്. സാം മോഹൻ, ബാബുരാജ് എന്നിവർ ചേർന്ന് രചന നിർവഹിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം SP വെങ്കടേഷ് ആയിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. തൊണ്ണൂറ്റിരണ്ടിൽ ജഗദീഷ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു ജഗദീഷ് സിദ്ദിഖ് കോമ്പിനേഷനിൽ ഇറങ്ങിയ ഒക്ടോബർ 30 തിയേറ്ററുകളിലെത്തിയ മിസ്റ്റർ ആൻഡ് മിസ്സിസ്. പ്രശസ്ത നിർമ്മാതാവായിരുന്ന KT കുഞ്ഞുമോന്റെ രചന പിക്ചേഴ്സ് നിർമ്മിച്ച് സാജൻ സംവിധാനം ചെയ്ത ഈ കോമഡി ഫാമിലി ഡ്രാമ ചിത്രം ജഗദീഷിനും സിദ്ദിഖിനും തുല്യ പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായിരുന്നു. കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകിയെടുത്ത ഈ ചിത്രത്തിൽ തമിഴ് നടി റവാലിയും സുചിത്രയുമായിരുന്നു നായികാവേഷം കൈകാര്യം ചെയ്തത്. റാഫി മെക്കാട്ടിൻ രചന നിർവഹിച്ച ഈ ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ, സുമ ജയറാം, സുകുമാരി, സൈനുദ്ദീൻ, മാള, കൃഷ്ണകുട്ടി നായർ, കൽപ്പന തുടങ്ങി നിരവധി താരങ്ങളുണ്ടായിരുന്നു. തരക്കേടില്ലാത്ത കുടുംബചിത്രം എന്ന പേര് നേടിയെങ്കിലും മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനം സൃഷ്ടിച്ചില്ല. S ബാലകൃഷ്ണനായിരുന്നു ചിത്രത്തിന്റെ സംഗീത സംവിധാനം കൈകാര്യം ചെയ്തത്. തൊണ്ണൂറ്റിരണ്ടിൽ ജഗദീഷ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു ഒക്ടോബർ 31 തിയേറ്ററുകളിലെത്തിയ പൊന്നാരന്തോട്ടത്തെ രാജാവ്. അനിൽ ബാബു സംവിധാനം ചെയ്ത ഈ ചിത്രം ജഗദീഷിന്റെ പതിവ് കോമഡി ചിത്രങ്ങളിൽ നിന്ന് മാറി ഒരു ഫാമിലി ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. ഉർവശി നായികയായി എത്തിയ ഈ ചിത്രത്തിൽ സുരേഷ് ഗോപിയും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു. J പള്ളാശ്ശേരി തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ ഈ ചിത്രത്തിൽ KPS ലളിത, പറവൂർ ഭരതൻ, സുകുമാരി തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. വേണ്ട രീതിയിൽ മൗത്ത് പബ്ലിസിറ്റി നേടിയെടുക്കാൻ കഴിയാതെ പോയ പൊന്നാരന്തോട്ടത്തെ രാജാവ് അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ഒരു പരാജയ ചിത്രമായി മാറി. രജപുത്ര ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം മോഹൻ സിത്താരയായിരുന്നു നിർവഹിച്ചിരുന്നത്. തൊണ്ണൂറ്റിരണ്ടിൽ ജഗദീഷ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു ജഗദീഷ് സിദ്ദിഖ് കോമ്പിനേഷനിൽ ഇറങ്ങിയ നവംബർ 19 റിലീസ് ചെയ്ത തിരുത്തൽവാദി. മുദ്ര ആർട്സ് നിർമ്മിച്ച് വിജി തമ്പി സംവിധാനം ചെയ്ത ഈ ചിത്രം കോമഡി ഫാമിലി കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. ജഗദീഷിനും സിദ്ദിഖിനും തുല്യ പ്രാധാന്യം നൽകിയെടുത്ത ഈ ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ, ഉർവശി, ശിവരഞ്ജിനി, റിസബാവ തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. കലൂർ ഡെന്നിസിന്റെ തിരക്കഥയിലൊരുങ്ങിയ ഈ ചിത്രം പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകിയതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായി മാറി തിരുത്തൽവാദി. SP വെങ്കടേഷ് ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം കൈകാര്യം ചെയ്തത്. തൊണ്ണൂറ്റിരണ്ടിൽ ജഗദീഷ് അഭിനയിച്ച അവസാനത്തെ ചിത്രമായിരുന്നു ഡിസംബർ 25 ക്രിസ്മസിനോടനുബന്ധിച്ച് തിയേറ്ററുകളിലെത്തിയ കൺഗ്രാജുലേഷൻസ് മിസ് അനിത മേനോൻ. സിദ്ദിഖ് നായകവേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ജഗദീഷിന് താരതമ്യേന ചെറിയൊരു റോളായിരുന്നു ലഭിച്ചിരുന്നത്. കോമഡിക്ക് അധികം പ്രാധാന്യം നൽകാതെ സീരിയസ് ആയി എടുത്ത ഈ ചിത്രം തുളസീദാസ് ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. പ്രേക്ഷകർക്ക് വേണ്ട രീതിയിൽ സംതൃപ്തി നൽകാതിരുന്ന ഈ ചിത്രം ബോക്സ് ഓഫീസിൽ അതുകൊണ്ട് തന്നെ ഒരു പരാജയ ചിത്രമായി മാറി. സായി കുമാർ, സൈനുദ്ദീൻ, മാമുക്കോയ, MG സോമൻ തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ലീന നായരായിരുന്നു നായിക വേഷം കൈകാര്യം ചെയ്തത്. പാലാക്കുന്നേൽ ഫിലിംസ് നിർമ്മിച്ച് കലൂർ ഡെന്നിസ് തിരക്കഥാ സംഭാഷണം ഒരുക്കിയ കൺഗ്രാജുലേഷൻസ് മിസ് അനിത മേനോൻ എന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം KJ ജോയ് ആണ് നിർവഹിച്ചത്. ആകെ സമ്മറി നോക്കുമ്പോൾ 92 ജഗദീഷ് അഭിനയിച്ച 17 ചിത്രങ്ങളിൽ 7 ചിത്രങ്ങൾ ഹിറ്റ് സ്റ്റാറ്റസ് നേടി, 4 ചിത്രങ്ങൾ ആവറേജ് വിജയം നേടിയപ്പോൾ 6 ചിത്രങ്ങൾ പരാജയങ്ങളായി മാറി.
അതുകൊണ്ട് തന്നെ 92 ജഗദീഷിന്റെ സക്സസ് റേഷ്യോ 53% ആണ്. ഇതിൽ കുണുക്കിട്ട കോഴി, കാസർഗോഡ് കാതർവായ്, മുഖമുദ്ര, ഫസ്റ്റ് ബെൽ, വെൽക്കം ടു കൊടൈക്കനാൽ, മക്കൾ മഹാത്മ്യം, തിരുത്തൽവാദി എന്നീ ചിത്രങ്ങൾ ഹിറ്റ് സ്റ്റാറ്റസ് നേടി. ഇത്രയുമാണ് 1992 ജഗദീഷ് അഭിനയിച്ച ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.